അപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും സെയിലിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. സോ അതൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മിക്കവാറും ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ആവും. പിന്നെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ഒരു ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഡെലിവറി ഇന്നാന്ന് പറഞ്ഞത് കണ്ടോ, ഇന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക്, ലൈക്ക് ഗുഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനുണ്ടോ. അപ്പോൾ അത് മേടിക്കാനും പോകണം. സോ അതൊന്നിച്ച് നമുക്ക് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താം. പിന്നെ ഒരു കാര്യം, ഇത് ഞാൻ അതിൻ്റെ പ്രീ ബുക്ക് ചെയ്യുന്ന സമയത്ത് ബുക്ക് ചെയ്ത സാധനമാണ്. എന്ന് വെച്ചാൽ സെപ്റ്റംബർ 13 അത് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ രാത്രി ഒരു 8 മണി എന്തോ ആയി. എന്നിട്ടും ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഒക്ടോബർ 9 ഇന്നേക്കാണ് ഡെലിവറി കിട്ടണത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ അടുത്തൊക്കെ ചോദിച്ചായിരുന്നു കിട്ടുമെന്ന്. ഞാൻ മിക്കവാറും കൊല്ലങ്ങളിലും മിക്ക കൊല്ലം മാറ്റാറുണ്ട്, എന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കൊഡാക്കിൻ്റെ ഫോട്ടോ പ്രിൻ്ററാണ്. അപ്പോൾ അത് നോക്കാം. അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് കിട്ടി, അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ് ആ സെയിലിന്. ഇതിൻ്റെ MRP പറയുന്നത് 22,000 ഒക്കെ കാണിക്കണേ. പക്ഷെ അത്രയൊന്നും വന്നില്ല കേട്ടോ. 10,000-ൻ്റെയും താഴെ വന്നു, പിന്നെയും താഴെ വന്നില്ല. കാർഡ് ഓഫറൊക്കെ വെച്ചിട്ട് 5,000 സംതിങ്ങാണ് തോന്നുന്നു, കറക്റ്റ് ഓർമ്മ വരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഞാൻ അത്യാവശ്യം 2-3 എണ്ണത്തിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അത്യാവശ്യം ബഡ്ജറ്റിൽ നമുക്ക് വന്നത് ഇപ്പോൾ കൊഡാക്കാണ്. കൊഡാക്ക് മിനി ഷോട്ട് 2 ഇതാണ് ഒന്ന്. പിന്നെ ഇത് 2 അതിൻ്റെ കാട്രിഡ്ജാണ്. ലൈക്ക് ഇത് പോയിൻ്റ് ആൻഡ് ഷൂട്ട് അപ്പം തന്നെ പ്രിൻ്റ് വരുന്ന മോഡൽ ക്യാമറയാണ്. അപ്പോൾ അതിന് 2 കാട്രിഡ്ജാണ് 2. കുഞ്ഞിതാണ്, ഇത്രയേ ഉള്ളൂ, കയ്യിൽ വരുന്നേ ഉള്ളൂ, ഇത്ര വലുപ്പമുള്ളൂ. ഇതാകുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന പരിപാടിയുണ്ട്. ഇതിൽ കൂടെയാണ് ഈ ഫിലിം പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ സ്ക്രീനും പിന്നെ അതിൻ്റെ കൺട്രോൾസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു യൂസർ ഗൈഡ് ഉണ്ട്, പിന്നെ കുറച്ച് പേപ്പർ വർക്ക്, പിന്നെ ഒരു ചാർജിങ് കേബിളും, പിന്നെ ഒരു ഹാൻഡ് സ്ട്രിങ്ങും നമ്മൾ കയ്യിലുള്ളിലാണ് സംഭവിക്കുന്നത്. പിന്നെ ഒരു കാട്രിഡ്ജ് ഓപ്പൺ ആക്കാം, മറ്റത് തുറക്കുന്നില്ല. ഒന്നിപ്പോൾ എന്തായാലും അതിൽ ഇട്ട് വെക്കാമല്ലോ. ഇത് കോംബോ പാക്ക് അങ്ങനെ എന്തോ ആയിരുന്നു പേര്. ഒന്നിൽ 30 എണ്ണമാണ്. ഇതിലിപ്പോൾ ഓക്കെ, ഇതാണ് ഒരു കാട്രിഡ്ജ്. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് നോക്കട്ടെ. വെറുതെ എടുത്തു. ഇതിൽ ഓൾറെഡി വെച്ചിട്ടാണ് കേട്ടോ കേസ് വരുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയാണ് അവിടെ. നല്ല ഇടിയുണ്ട് കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞു. ഞാനും അമ്മയും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കൊറിയർ വന്നിട്ടുണ്ട്, അപ്പോൾ അതും മേടിക്കണം. പിന്നെ ടൗണിൽ ഇച്ചിരി പരിപാടിയുണ്ട്. ഉച്ചയ്ക്ക് മഴ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടും നല്ല മഴയായിരുന്നു, നല്ല ഇടിയും മഴയും തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു ഒഴിവുണ്ട്, എന്നാലും മഴക്കാറുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ കാറെടുത്ത് പോകാനല്ലോ. യെസ്, കിട്ടി. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തത് ഡയറക്റ്റ് ആപ്പിളിൻ്റെ സൈറ്റിൽ നിന്നാണ്. അപ്പോൾ കൊറിയർ വന്ന ഡയറക്റ്റ് ബ്ലൂ ഡോട്ടിൽ നിന്നായിരുന്നു കേട്ടോ കൊറിയർ വന്നേ. സോ മുറിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് പുതിയത് മേടിച്ചത് 16 Pro Max ഡെസേർട്ട് ടൈറ്റാനിയത്തിലാണ് കേട്ടോ കളറിൻ്റെ പേര്. ഇപ്പോൾ ഈ കൊല്ലം ഇറങ്ങിയ കളറ് 256 GB ആണ് വാങ്ങിച്ചത്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇതിന് തുറന്ന് നോക്കാം ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കട്ടെ. ഓ മാൻ, ഇതേ കളർ, ഇതാണ് ഇപ്രാവശ്യം മേടിച്ച കളറ് ഡെസേർട്ട് ടൈറ്റാനിയം. പിന്നെ ബോക്സിനകത്ത് ഒരു ചാർജിങ് കേബിൾ മാത്രം, പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ്, അതിൽ സ്റ്റിക്കർ പോലുമില്ല. സോ ഇതാണ് ഫോണ്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ടെക് സാധനങ്ങൾ മേടിച്ചു കേട്ടോ.
പിന്നെ ഇതൊക്കെ ആമസോണിൽ മേടിച്ചാണ്. ഇതൊരു വർക്കിന് ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു ഇത് വാങ്ങിയത്, വെബ് ക്യാം വാങ്ങിയായിരുന്നു. അത് ലോജിടെക്കിൻ്റെ തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതേ ലോജിടെക്കിൻ്റെ ഒരു വെബ് ക്യാം. ഇത് വർക്കിൻ്റെ ആവശ്യത്തിനാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇതൊക്കെ ഫോൺ ഓർഡർ ചെയ്തപ്പോൾ ഒപ്പം ഓർഡർ ചെയ്തത്. പക്ഷേ ഇതൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചൻ്റെ മുകളിലായി. കാരണം ഫോൺ വരാനായിരുന്നു നല്ല ഡിലേ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ റിലീസ് ഡേറ്റിനൊന്ന് ഓർഡർ ചെയ്തതാണ്, പ്രീ ബുക്ക് ചെയ്തതാണ്. അതിപ്പോൾ ഇങ്ങോട്ട് ടൈം എടുത്തു. അപ്പോൾ ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ അത്യാവശ്യം യാത്രയൊക്കെ ചെയ്യുകയായതുകൊണ്ട് മിക്കവാറും വാച്ചുണ്ടാവും ഒപ്പം. അപ്പോൾ അത് ചാർജ് ചെയ്യും വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് 2 പോർട്ടുള്ള ഇതിൽ ഒന്നിൽ 45 വാട്ടും മറ്റേതിൽ 20 വാട്ടും. അപ്പോൾ ഒറ്റ പ്ലഗ് കുത്തിയാൽ നമുക്ക് 2 കേബിൾ ഉണ്ടെങ്കിൽ വാച്ചും ചാർജ് ചെയ്യാം, അതുപോലെ തന്നെ ഫോണും ചാർജ് ചെയ്യാം. ഇനിയാണ് നെക്സ്റ്റ്. ഇതൊരു കേസാണ്. ഇതാണ് ഞാൻ കേസ് മേടിച്ചത്. ഇത് ESR അല്ല സ്പൈജൻ്റെ ആണ് കേസ് മേടിച്ചത്. ഒരു ഫ്രോസ്റ്റ് കളറ് ഉള്ളത്. നമുക്ക് ഇട്ട് നോക്കാം. കേട്ടോ, ഇങ്ങനെ വരും. പിന്നെ നമ്മുടെ മറ്റേ ക്യാപ്ചർ ബട്ടൺ ഉണ്ടോ, മെയിനായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട് എന്ന് പറയാൻ മാത്രമുള്ളത്. പക്ഷേ അത് ഇവിടെ ഒരു കട്ടൗട്ട് പോലെ വന്ന്, പുതിയ ആപ്പിളിൻ്റെ കേസിലൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ എന്തോ ഒരു ടച്ച് സെൻസിറ്റീവ് എന്തോ വെച്ചിട്ടുണ്ട്, ഫിലിമോ അങ്ങനെ എന്തോന്ന്. ഇത് പിന്നെ തേർഡ് പാർട്ടി ആയതുകൊണ്ട് ഇവിടെ കവറിങ് ഒന്നുമില്ല, ജസ്റ്റ് അവിടെ ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ വാച്ച് അൾട്ര കിട്ടിട്ടില്ലേ. സോ അൾട്രയുടെ മോഡലാക്കാൻ പറ്റിയൊരു കേസ് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഇതിപ്പോൾ ഉള്ള സീരീസ് 7 ആണ്. അതിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനൊന്നും തോന്നുന്നില്ല. വലിയ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതന്നെ കൊണ്ടുപോകുന്നത്. സീരീസ് ഇപ്പോൾ 3-4 കൊല്ലമായി. ഇതാണ്. ഇത് ഏറെക്കുറെ അതിന് നല്ലൊരു റഗഡ് ഫീലും വരും. 4 പുറം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ബൾക്കിയായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. എനിക്ക് പൊതുവെ ബൾക്കി വാച്ചസ് ഇടാൻ കുറച്ച് താല്പര്യമുണ്ട്. അപ്പോൾ അതും. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഫോണിന് വേണ്ടിയിട്ട് തന്നെ ഈ സ്പൈജൻ്റെ തന്നെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറും മേടിച്ചായിരുന്നു. ഇത് മറ്റേ സെയിലിന് എനിക്ക് എത്ര 300 രൂപയ്ക്ക് എന്താ കിട്ടി, 16 Pro Maxൻ്റെ. അത് അപ്പോൾ ആ 300 രൂപയ്ക്ക് 2 ഫുൾ സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. 2 സ്ക്രീൻ ഗാർഡ് ഉണ്ട്, പിന്നെ ഇടാനുള്ള സാധനങ്ങളും. അത്യാവശ്യം നല്ലൊരു ഡീലായിട്ട് തോന്നിയപ്പോൾ മേടിച്ചതാണ്. നല്ലതെന്നൊക്കെ അവരുടെ സൈറ്റിലും പറയുകയും ചെയ്തു ഇവരുടെ പക്ഷേ ഞാൻ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1300 സംതിങ്ങിലാണ്. അപ്പോൾ അത് നല്ലൊരു ഡീലായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഇനി ചെറിയ ബിഗ് റോളൊക്കെ എടുക്കുന്ന iPhone 16 Pro Maxലാവും. പിന്നെ അതെന്തായാലും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക. അതൊന്നിങ്ങനെ OLXിലിടും, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ലോക്കൽ വെൻഡേഴ്സ് അറിയുന്ന ഒരാളുണ്ട്, അയാളുടെ തന്നെ കൊണ്ടുപോയി കൊടുത്ത് ആളെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് അമ്മൊന്ന് കോളിഫ്ലവർ കറിയും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിക്കണം. ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഫോണിൽ സെറ്റപ്പൊക്കെ ശരിയാക്കണം. മറ്റേ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. കാരണം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് നേരം ഒത്തിരി വൈകി, രാത്രിയായി, കിടക്കാനായി. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കിടക്കുക. അപ്പോൾ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് വരും. ഇത് ജസ്റ്റ് ഞങ്ങൾ യൂട്യൂബിലേക്കാണ് കയറിയുള്ളൂ. സോ കുറച്ച് നല്ല നല്ല കണ്ടൻറ്റ്സൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.